UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് നിലവിൽ വന്നു. നിയമലംഘകരായ വിദേശികൾക്ക് ശിക്ഷകൾ കൂടാതെ സ്വരാജ്യത്തേക്ക് മടങ്ങാനും താമസരേഖ ശരിയാക്കാനുമുള്ള സുവർണ അവസരമാണിത്. പൊതുമാപ്പിലൂടെ ലഭ്യമാകുന്നത് ഈ അവസരമാണ്. മലയാളികളടക്കമുള്ള ആളുകളും പൊതുമാപ്പിന്റെ ആനുകൂല്യങ്ങൾ തേടാനെത്തി. ദുബായ് അമീറിലെ പൊതുമാപ്പ് കേന്ദ്രമാണ് UAEയിലെ ഏറ്റവും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി 2 വലിയ ശീതീകരിച്ച ടെന്റുകൾ ഒരുക്കിയിട്ടുണ്ട്. UAEയിൽ ഏറ്റവും കൂടുതൽ പൗരന്മാരുള്ള രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളും സഹായത്തിനായി ടെന്റുകളിലുണ്ടാകും. ആദ്യ ദിവസം മികച്ച പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് താമസ കുടിയേറ്റ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ Obaid Mahiyar bin Surur പറഞ്ഞു. The people they are coming here in the early morning coming to change the statute from illegal to legal. നിയമലംഘകരായ വിദേശികൾക്ക് പിഴയോ നാടുകടത്തലോ യാത്രാ വിലക്കോ കൂടാതെ സ്വരാജ്യത്തേക്ക് മടങ്ങാനും ചെറിയ പിഴയടച്ച് പുതിയ വിസയിലേക്ക് മാറാനും പൊതുമാപ്പ് അവസരമൊരുക്കുന്നു. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബാനില്ല. അപ്പോൾ ബാനില്ലാത്തത് കാരണം എനിക്ക് എന്നും തിരിച്ചു വരാം. അപ്പോൾ അതന്നെയാണ് മെയിൻ ഇതിൻ്റെ പ്ലസ് പോയിന്റും ഞാൻ ഇതിന് ചൂസ് ചെയ്യാനും കാരണം. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോബ് ചേഞ്ച് ആയതുകൊണ്ടുള്ളൊരു വിസ ഇഷ്യൂ ആണ് ഞങ്ങൾക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ബാനുമില്ല. വളരെ അപ്രീഷിയബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് UAE ഗവൺമെൻറ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രാബല്യത്തിലായിരിക്കുകയാണ്. വരുന്ന 3 മാസക്കാലം പിഴയോ ശിക്ഷയോ കൂടാതെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള സുവർണ അവസരമാണ് UAEയിലെ അധികാരികൾ സമ്മാനിക്കുന്നത്. ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം ഐപ്പു വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ജിദ്ദയിൽ ഊഷ്മള വരവേൽപ്പ്. കോൺസൽ ജനറൽ നൂർ റഹ്മാൻ ഷൈഖിന്റെ നേതൃത്വത്തിലാണ് മലയാളികളെ എയർപോർട്ടിൽ സ്വീകരിച്ചത്. രാവിലെ 8:20 ജിദ്ദ ഹജ്ജ് ടെർമിനലിൽ കൊച്ചിയിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തിയത്. 410 പേരടങ്ങുന്ന 2 സംഘങ്ങളിലായി 820 മലയാളി തീർത്ഥാടകരാണ് ഇന്ന് ജിദ്ദയിലെത്തിയത്. ഇവരെ എമിഗ്രേഷൻ നടപടികൾക്ക് ശേഷം ഹജ്ജ് സേവന കമ്പനികൾ ഏർപ്പെടുത്തിയ ബസ്സുകളിൽ മക്കയിലെത്തിച്ചു. സുഖകരമായ യാത്രാനുഭവമാണ് മക്കയിലെത്തിയ മലയാളി തീർത്ഥാടകർ പങ്കുവച്ചത്. യാത്ര സുഖമായിരുന്നു. ഇവിടെ സുഖമായിട്ടെത്തി. പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ചെയ്തെത്തി. നല്ല രീതിയിലൊക്കെ ഞങ്ങളുടെ റൂമൊക്കെ നല്ലതായിരുന്നു. മക്കളെ താമസ സൗകര്യമൊക്കെ എങ്ങനെയുണ്ട്? താമസം നല്ലതാണ്. കുഴപ്പമില്ല. ഇവിടെ വന്നപ്പോൾ മലയാളി സംഘടനകളുടെ സ്വീകരണമൊക്കെ ഉള്ളായിരുന്നു. യാത്രകളൊക്കെ സുഖമായിരുന്നല്ലേ? ഗ്രീൻ കാറ്റഗറിയിലുള്ള തീർത്ഥാടകർ 13, 14A, 14B ബ്രാഞ്ചുകളിലെ 650, 660 നമ്പർ കെട്ടിടങ്ങളിലാണ് താമസിക്കുന്നത്. അസീസിയ കാറ്റഗറിയിലുള്ളവർക്ക് 6, 7 ബ്രാഞ്ചുകളിലെ 340, 290, 284, 274 എന്നീ നമ്പർ കെട്ടിടങ്ങളിലാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഗ്രീൻ കാറ്റഗറിയിലുള്ളവർക്ക് കാൽനടയായി മസ്ജിദുൽ ഹറമിൽ എത്തിച്ചേരാൻ കഴിയും. അസീസിയയിൽ താമസിക്കുന്നവർക്ക് 24 മണിക്കൂറും സൗജന്യ ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മക്ക KMCC മുസല്ലയും ഈന്തപ്പഴവും പുണ്യതീർത്ഥമായ സംസവും നൽകിയാണ് മലയാളി തീർത്ഥാടകരെ പുണ്യഭൂമിയിൽ സ്വീകരിച്ചത്. ജിദ്ദയിലും മക്കയിലും മലയാളികളുടെ നേതൃത്വത്തിലുള്ള ഹജ്ജ് വെൽഫെയർ ഫോറം വളണ്ടിയർമാരും മലയാളി തീർത്ഥാടകരെ സ്വീകരിക്കുവാൻ സജീവമായി രംഗത്തുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ. ഹജ്ജ് തീർത്ഥാടനത്തിനെത്തിയ ജപ്പാനീസ് ദമ്പതികളുടെ വീഡിയോ വൈറലായി. തെരുവിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറുക്കി കുപ്പത്തൊട്ടിയിൽ നിക്ഷേപിക്കുന്ന വീഡിയോ ആണ് വൈറലായത്. മസ്ജിദുൽ ഹറമിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം താമസ സ്ഥലത്തേക്ക് നടന്നു നീങ്ങുന്ന ജപ്പാനീസ് ദമ്പതിമാരാണ് തെരുവിലെ മാലിന്യങ്ങൾ പെറുക്കി കുപ്പത്തൊട്ടിയിൽ നിക്ഷേപിച്ചത്. ഹറമിലും പരിസര പ്രദേശങ്ങളിലും ഹജ്ജ് പ്രമാണിച്ച് മുനിസിപ്പാലിറ്റി 24 മണിക്കൂറും ശുചീകരണ തൊഴിലാളികളെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ റോഡുകളിൽ തീർത്ഥാടകർ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യുന്നുമുണ്ട്. എന്നാൽ ശുചീകരണ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെടാതെ നടപ്പാതകളിൽ ഒറ്റതിരിഞ്ഞ് കാണുന്ന കുടിവെള്ളത്തിന്റെ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കുപ്പികളും ശീതള പാനീയങ്ങളുടെ കവറുകളുമാണ് ജപ്പാനീസ് ദമ്പതികൾ പെറുക്കിയെടുത്ത് കുപ്പത്തൊട്ടിയിൽ നിക്ഷേപിച്ചത്. അസ്മി അഹമ്മദ് എന്ന ഫേസ്ബുക്ക് ഉപഭോക്താവാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. 3 ദിവസത്തിനിടെ 4 ലക്ഷം പേരാണ് വീഡിയോ കണ്ടത്. ജപ്പാൻകാരുടെ പരിസ്ഥിതി ബോധമാണ് ദമ്പതിമാരുടെ പ്രവൃത്തി വ്യക്തമാക്കുന്നത്. ജപ്പാൻകാരെ അഭിനന്ദിച്ച് നിരവധി കമന്റുകളും ഫേസ്ബുക്ക് ഉപഭോക്താക്കൾ പങ്കുവച്ചു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. സൗദിയിലെ പുണ്യനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹറമൈൻ ട്രെയിൻ സെപ്റ്റംബർ മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കും. പരീക്ഷണാർത്ഥം നടത്തിയിരുന്ന സൗജന്യ യാത്ര നിർത്തിയതായും അധികൃതർ അറിയിച്ചു.
മക്ക, മദീന എന്നീ പുണ്യനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹറമൈൻ റെയിൽപാതയിൽ മാസങ്ങൾ നീണ്ട പരീക്ഷണ ഓട്ടമാണ് നടത്തിയത്. ജിദ്ദ, റാബിയ എന്നീ നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖല പശ്ചിമേഷ്യയിലെ ഏറ്റവും വേഗം കൂടിയ റെയിൽവേ പദ്ധതിയാണ്. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള 35 ട്രെയിനുകളാണ് ഇവിടെ സർവീസ് നടത്തുക. വർഷം 6 കോടി യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വിധമാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ട്രെയിനുകൾ, പാളങ്ങൾ, സിഗ്നൽ സംവിധാനങ്ങൾ എന്നിവയുടെ പ്രവർത്തനക്ഷമതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് മാസങ്ങളായി ഹറമൈൻ ട്രെയിൻ സൗജന്യ സർവീസ് നടത്തിയിരുന്നു. പൂർണ്ണമായും സുസജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് സെപ്റ്റംബർ മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കുവാൻ തീരുമാനിച്ചത്. മക്കയിൽ 5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള റെയിൽവേ സ്റ്റേഷൻ മസ്ജിദുൽ ഹറമിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ അൽ റസീഫ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6700 കോടി റിയാൽ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതിയിൽ മിതമായ നിരക്ക് മാത്രമേ ഈടാക്കുകയുള്ളൂവെന്നും അധികൃതർ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ. സൗദി അറേബ്യയിലെ വിദേശ തൊഴിലാളികളുടെ റെമിറ്റൻസ് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് ജൂൺ മാസം 17% കുറഞ്ഞതായി സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസിയുടെ റിപ്പോർട്ട്. സൗദി പൗരന്മാർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വിദേശത്തേക്ക് അയക്കുന്ന പണത്തിൽ 42% കുറവ് രേഖപ്പെടുത്തിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മെയ് മാസം 1275 കോടി റിയാലാണ് വിദേശ തൊഴിലാളികൾ മാതൃരാജ്യത്തേക്ക് അയച്ചത്. എന്നാൽ ഇത് ജൂൺ മാസമായതോടെ 1060 കോടി ഡോളറായി കുറഞ്ഞു. സ്വദേശി പൗരന്മാർ മെയ് മാസം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വിദേശത്തേക്ക് അയച്ചത് 592 കോടി റിയാലാണ്. എന്നാൽ ഇത് ജൂണിൽ 343 കോടി റിയാലായി കുറഞ്ഞെന്നും കേന്ദ്ര ബാങ്കായ സൗദി മോണിറ്ററി ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ആദ്യ പകുതിയിൽ സ്വദേശികൾ വിദേശത്തേക്ക് അയച്ച പണത്തേക്കാൾ 12.3% കുറവാണ് ഈ വർഷം അയച്ചത്. 80 ലക്ഷം വിദേശികൾ സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 2016 വിദേശികൾ 15,189 കോടി റിയാലാണ് മാതൃരാജ്യങ്ങളിലേക്ക് അയച്ചത്. 2017 ആയപ്പോൾ ഇത് 14,165 കോടി റിയാലായി കുറഞ്ഞു. ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഈ വർഷം അവസാനിക്കുമ്പോൾ വിദേശികളുടെ റെമിറ്റൻസ് ഇനിയും കുറയാനാണ് സാധ്യത. സ്വദേശിവൽക്കരണവും ലെവിയും ഉൾപ്പെടെ സൗദിയിൽ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളാണ് വിദേശികളുടെ റെമിറ്റൻസ് കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ചെങ്കടലിൽ ചരക്കു കപ്പലുകൾക്ക് സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് സൗദി ക്യാബിനറ്റ് യോഗം ആവശ്യപ്പെട്ടു. ഹൂതികൾ സൗദി എണ്ണക്കപ്പലുകളെ ആക്രമിക്കാൻ ശ്രമിച്ച പശ്ചാത്തലത്തിലാണ് ആവശ്യം. സൗദിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന നിയോം സിറ്റിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഭരണാധികാരി സൽമാൻ രാജാവ് അധ്യക്ഷത വഹിച്ചു. ചെങ്കടലിൽ സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഹൂത്തികളുടെ ശ്രമം ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് മന്ത്രിസഭായോഗം വിലയിരുത്തി. ബാബൽ മദ്ദബ് കടലിടുക്കുൾപ്പെടെ സ്വതന്ത്രമായ അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതം സാധ്യമാക്കണം. ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള അൽഹുദൈദ പ്രവിശ്യയും തുറമുഖവും യമനിലെ ഔദ്യോഗിക സർക്കാരിന് കൈമാറണമെന്നും മന്ത്രിസഭായോഗം ആവശ്യപ്പെട്ടു. ഹൈഡ്രോ കാർബണുകൾ സംബന്ധിച്ച കാര്യങ്ങൾക്ക് കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ സുപ്രീം കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മന്ത്രിസഭ അനുമതി നൽകി. ഊർജ്ജ വ്യവസായകാര്യം, വാണിജ്യ നിക്ഷേപകാര്യം, ധനകാര്യം, സാമ്പത്തിക ആസൂത്രണകാര്യം എന്നീ മന്ത്രിമാരും കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. തൊഴിൽ സാമൂഹിക വികസനകാര്യ മന്ത്രാലയവും ഷൂറ കൌൺസിലും അംഗീകരിച്ച് ശുപാർശ ചെയ്ത കൗമാര അവകാശ നിയമം മന്ത്രിസഭ അംഗീകരിച്ചു. നിയോം സിറ്റിയിൽ പ്രഥമ മന്ത്രിസഭാ യോഗം ചേരാൻ കഴിഞ്ഞതിൽ ഭരണാധികാരി സൽമാൻ രാജാവും മന്ത്രിസഭാ അംഗങ്ങളും സന്തോഷം പങ്കുവച്ചു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. സ്വപ്ന നഗരി എന്ന് വിശേഷിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പദ്ധതിയായ നിയോം സിറ്റിയിൽ പ്രഥമ സൗദി മന്ത്രിസഭാ യോഗം ചേർന്നു. 26,500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നിയോം സിറ്റിയുടെ നിർമ്മാണം 10 മാസം മുമ്പാണ് ആരംഭിച്ചത്. ഇവിടെ മന്ത്രിസഭാ യോഗം ചേരാൻ കഴിഞ്ഞത് നിർമ്മാണ പുരോഗതിയാണ് വ്യക്തമാക്കുന്നത്. നിയോം ഫ്യൂച്ചർ ഡെസ്റ്റിനേഷൻ എന്ന പേരിൽ 50,000 കോടി ഡോളർ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി പ്രദേശത്ത് മന്ത്രിസഭാ യോഗം ചേർന്നത് വലിയ പ്രതീക്ഷയാണ് രാജ്യത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. സൗദിയുടെ ഉത്തര പശ്ചിമ മേഖലകളിലായാണ് പദ്ധതി പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പദ്ധതി പൂർത്തിയാക്കുമ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രത്യേക സാമ്പത്തിക മേഖലയായി മാറും നിയോം സിറ്റി. സൗദി അറേബ്യ, ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികൾ ഉൾപ്പെടുത്തി 3 രാജ്യങ്ങളിലായാണ് നിയോം സിറ്റി യാഥാർത്ഥ്യമാക്കുന്നത്. 3 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയും നിയോം സിറ്റിയാകും. 9 മേഖലകളിലായി സൗദിയിലെയും അന്താരാഷ്ട്ര കമ്പനികളും ഇവിടെ നിക്ഷേപം നടത്തുന്നുണ്ട്. മീഡിയ, വിനോദം, ബയോടെക്നോളജി, ടെക്നിക്കൽ ആൻഡ് ഡിജിറ്റൽ സയൻസ്, ഊർജ്ജം, ഗതാഗതം, ഫുഡ്, അഡ്വാൻസ് ഇൻഡസ്ട്രീസ്, പാർപ്പിട സമുച്ചയം തുടങ്ങിയ മേഖലയിലാണ് ഇവിടെ നിക്ഷേപം നടക്കുന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ, ആതുര സേവനം തുടങ്ങിയ രംഗങ്ങളിൽ ലോകോത്തര നിലവാരമുള്ള സ്ഥാപനങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന പ്രത്യേകതയും നിയോം സിറ്റിക്കുണ്ടാകും. സൗദി
സൗദി അറേബ്യയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിയമങ്ങളാണ് നിയോം പ്രദേശത്ത് നടപ്പിലാക്കുക. കസ്റ്റംസ്, തൊഴിൽ, നികുതി നിയമങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും. കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയും പൊതുനിക്ഷേപ നിധി ചെയർമാനുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ച വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമാണ് നിയോ സിറ്റി. 2025 ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ബഹ്റിനെയും സൗദിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേ വഴി അന്താരാഷ്ട്ര തലത്തിൽ ചരക്ക് നീക്കുന്നതിന് ലൈസൻസ് ലഭിക്കാത്ത ഓറഞ്ച് പ്ലേറ്റുകളുള്ള ട്രക്കുകൾ ഇന്നു മുതൽ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കസ്റ്റംസ് അഫയേഴ്സ്, ഗതാഗത, ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം വ്യക്തമാക്കി. കമ്പനികളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള ആവശ്യമായ ലൈസൻസ് ഇല്ലാത്ത ഇത്തരം ട്രക്കുകൾ എത്രയും വേഗം അന്താരാഷ്ട്ര ചരക്കു നീക്കത്തിന് വേണ്ട ലൈസൻസ് കരസ്ഥമാക്കാനും നിലവിലെ ഓറഞ്ച് നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് മഞ്ഞ നിറത്തിലേക്ക് മാറ്റാനും ഗതാഗത മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇങ്ങനെ ചെയ്യാത്ത വാഹനങ്ങളെയാണ് ഇന്നു മുതൽ കോസ്വേയിലൂടെ കടക്കുന്നതിൽ നിന്ന് തടയുന്നത്. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ വോളിബോൾ ടൂർണമെന്റിന് നാളെ തുടക്കമാകും. 2 ദിനങ്ങളിലായി അബുദാബി ഹെറിറ്റേജ് ക്ലബ്ബിലാണ് മത്സരം നടക്കുക. മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദിന്റെ സ്മരണയ്ക്കായിട്ടാണ് VPS ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. നാളെ വൈകുന്നേരം 6 മണിക്കും വെള്ളിയാഴ്ച 2 മണിക്കുമാണ് മത്സരം നടക്കുക.